സ്നേഹരാജാവായ ഈശോയേ, ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. സ്നേഹരാജാവായ ഈശോയേ, ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. ക്ഷമിക്കേണമേ, പൊറുക്കേണമേ, എന്നപരാധം ക്ഷമിക്കേണമേ. ക്ഷമിക്കേണമേ, പൊറുക്കേണമേ, എന്നപരാധം ക്ഷമിക്കേണമേ. സ്നേഹരാജാവായ ഈശോയേ, ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചനം തിരുവചനം ശുശ്രൂഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വസ്തരായവർ. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ എങ്ങനെ ജീവിക്കാം എന്നതിൻ്റെ വഴികളാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 17:14 നമ്മൾ വായിക്കുന്നു, അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. 2 പത്രോസ് 3:14 നമ്മളോട് പറയുകയാണ്. 2 പത്രോസ് 3:14 ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. കർത്താവിൻ്റെ മുൻപിൽ കറയില്ലാത്തവരായി, കളങ്കമില്ലാത്തവരായി കാണപ്പെടുന്നതിനു വേണ്ടി ഉത്സാഹിക്കുവിൻ എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആരൊക്കെയാണ് കർത്താവിൻ്റെ മുൻപിൽ ഇതുപോലെ കളങ്കമില്ലാത്തവരായി, കറയില്ലാത്തവരായി കണക്കാക്കപ്പെട്ടത്? ബൈബിളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ചില കഥാപാത്രങ്ങളെ, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ചില വ്യക്തികളെ, അവരുടെ ജീവിതത്തെ നമ്മൾ ആഴത്തിൽ പരിശോധിക്കാൻ പരിശ്രമിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏലിയ പ്രവാചകനെ കുറിച്ചാണ്. കഴിഞ്ഞ 10 എപ്പിസോഡുകൾ നമ്മൾ ഏലിയ പ്രവാചകന്റെ ജീവിതത്തെ ധ്യാനിക്കുകയായിരുന്നു, അപഗ്രഥിക്കുകയായിരുന്നു. എപ്രകാരമാണ് ഏലിയ ദൈവത്തോട് ചേർന്ന് നിന്നത്? ആരും ദൈവത്തെ അന്വേഷിക്കാത്ത ഒരു കാലഘട്ടത്തിലും എങ്ങനെ ഏലിയ ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, അവിടുത്തെ അനുസരിച്ചു, കർത്താവിനെ ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു, ധീരതയോടുകൂടെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു, തീഷ്ണതയോടുകൂടെ പ്രവർത്തിച്ചു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഏലിയ പ്രവാചകന്റെ പരാജയത്തെക്കുറിച്ചും ഏലിയ പ്രവാചകന്റെ അനുതാപത്തെക്കുറിച്ചുമാണ്. അനുദപിക്കുന്നതിലുള്ള വിശ്വസ്തത കാണിക്കുന്ന ഏലിയ പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത്. നമ്മളിത് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ വീഴ്ചകൾ സംഭവിക്കുന്നവരാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നവരാണ്. ഒറ്റവാക്കിൽ പാപം ചെയ്യുന്നവരാണ്, ബലഹീനരാണ്, കുറവുകളുള്ളവരാണ്, ദൈവകൽപ്പനകൾ ലംഘിക്കുന്നവരാണ്. ധൂർത്തപുത്രനെ പോലെ ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ പടിയിറങ്ങി പോയിട്ടുള്ളവരാണ്. വീണ്ടും വീണ്ടും ഒരേ പാപം തന്നെ ചെയ്ത് കർത്താവിനെതിരെ പ്രവർത്തിച്ച് ഈ ഭവനത്തിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഏലിയ പ്രവാചകന്റെ അനുതാപത്തിലുള്ള വിശ്വസ്തത വെളിച്ചമായി മാറും, അതൊരു പാഠമായി മാറും. ബൈബിളിന് ഒരു പ്രത്യേകതയുണ്ട്. ബൈബിൾ അതിൻ്റെ കഥാപാത്രങ്ങളെ, അതിൻ്റെ വീരപുരുഷന്മാരെ ഒരു കുറവുകളും ഇല്ലാത്തവരായി അവതരിപ്പിക്കുന്നില്ല. വെള്ളയടിച്ച് മൊത്തത്തിൽ വെള്ള പൂശി അവതരിപ്പിക്കുന്നില്ല. ഒരു ഉദാഹരണത്തിന്, വിശ്വാസികളുടെ പിതാവായി ബൈബിൾ അവതരിപ്പിക്കുന്ന അബ്രഹത്തിന്റെ കഥയിൽ
അബ്രാഹത്തിന് പറ്റുന്ന വീഴ്ചകളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ ഏറ്റവും ശാന്തനായ മനുഷ്യനെന്ന് അവതരിപ്പിക്കപ്പെടുന്ന മോശ, ദൈവം മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചു എന്ന് പറയുന്ന മോശയെ അവതരിപ്പിക്കുമ്പോഴും മോശയ്ക്ക് വന്ന കുറവുകളെ ബൈബിൾ മറച്ചു വയ്ക്കുന്നില്ല. ദാവീദിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ എന്ന് പറയുമ്പോഴും ദാവീദിന് വന്ന കുറവുകളെ മറച്ചു വയ്ക്കുന്നില്ല. ഇസ്രായേൽ ജനതയെ മൊത്തത്തിൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുത്ത ജനത എന്ന് പറയുമ്പോഴും ആ ഇസ്രായേൽ ജനത്തിൻ്റെ കുറവുകളെ, തെറ്റുകളെ, അപരാധങ്ങളെ ബൈബിൾ മറച്ചു വയ്ക്കുന്നില്ല. അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരികയാണ്, അതിനെ അവതരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ബൈബിൾ ഈ കുറവുകളെ അവതരിപ്പിക്കുന്നത്? അത് പൗലോസ് പറയുകയാണ്, ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് പാഠമാകാൻ വേണ്ടിയാണ്. കൊരിന്ത്യസ്സുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തില് 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുകയാണ്. കൊരിന്ത്യസ്സുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 1 മുതൽ, സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതായത് എല്ലാവരും ദൈവത്തിൻ്റെ ആ കൃപയുടെ യാത്ര നടത്തിയവരാണ്. മേഘത്തണലിലായിരുന്നു, ചെങ്കടലിൽ മുറിച്ചു കടന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ആത്മീയ ഭക്ഷണം കഴിച്ചു, എല്ലാവർക്കും മന്ന കിട്ടി, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, എല്ലാവരും ആ പാറ പിളർന്നൊഴുകിയ ജലം എല്ലാവരും കുടിച്ചു. പക്ഷേ ഒടുവിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെല്ലാം മരുഭൂമിയിൽ ചിതറിക്കപ്പെട്ടു. അതിൻ്റെ കാരണമുണ്ട്, പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് മരുഭൂമിയിൽ ചിതറിക്കപ്പെട്ടു. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, അവരെപ്പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്ക് പാഠമാണ്. ഇന്ന് നമ്മൾ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ളവരാണ്, ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ളവരാണ്, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവരാണ്, സഭാ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നവരാണ്. പക്ഷേ ഒരപകടം ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ഇപ്രകാരമുള്ള എല്ലാ കൃപകളും സ്വീകരിച്ച പലരും നഷ്ടപ്പെട്ടതുപോലെ നമ്മളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം എഴുതിയിരിക്കുന്നത് നമുക്കൊരു പാഠമാകാൻ വേണ്ടിയാണ്. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകരാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഒരു കാര്യം കൂടെ പൗലോസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്, മനുഷ്യ സഹജമല്ലാത്ത ഒരു പ്രലോഭനവും നമുക്കുണ്ടാവുകയില്ല. ദൈവം വിശ്വസ്തനാണ്. ഒരു പ്രലോഭനം നമുക്കുണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുന്നതിനുള്ള കൃപ കൂടെ കർത്താവ് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞ് നമുക്ക് ഏലിയായുടെ പരാജയത്തിലേക്കും ഏലിയായുടെ അനുതാപത്തിലേക്കും പോകാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുകയാണ്. എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ ബൈബിൾ തുറക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 1 മുതൽ. ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബലിനോട് പറഞ്ഞു. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിനു മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻ്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. ഇവിടെയാണ് ഏലിയ പ്രവാചകന്റെ പരാജയത്തിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടം നമ്മൾ കാണുന്നത്. ഏലിയ പ്രവാചകൻ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അവൻ ദൈവത്തെ മറന്നു എന്ന് പറയാൻ പറ്റും. അതായത് ജസബെല് പറയുകയാണ്, നിന്നെ ഞാൻ കൊല്ലും, നാളെ ഈ സമയമാകുമ്പോഴേക്ക്, അതായത് 24 മണിക്കൂറിനുള്ളിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് റാണി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിനപ്പുറം വേറൊന്നുമില്ല എന്ന് ഏലിയ പ്രവാചകൻ ചിന്തിച്ചു പോവുകയാണ്. അതായത് അവൻ ദൈവത്തെ മറന്നു. ഈ 3.5 വർഷമായി ആകാശമടക്കാൻ കഴിവുള്ള, മഴ പെയ്യിക്കാതിരിക്കാൻ കഴിവുള്ള, മഴയുടെ മേലും മഞ്ഞിൻ്റെ മേലും അധികാരമുള്ള ദൈവത്തെ മറന്നു.
ഇനി കെറീത്തിൽ അവനുണ്ടായ ദൈവാനുഭവം എന്ന് പറയുന്നത് കാക്കയെ അയച്ച് അവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത ദൈവത്തെ അവൻ മറന്നു. സറാഫാത്തിലെ വിധവയുടെ വീട്ടില് അവന് സംരക്ഷണം നൽകിയ, ആ കലത്തിലെ മാവ് തീരാതെ കാത്ത, ഭരണിയിലെ എണ്ണ തീരാതെ കാത്ത ദൈവത്തെ അവൻ മറന്നു. എല്ലാറ്റിനുമുപരി മരിച്ച ആ കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തെ അവൻ മറന്നു. തൊട്ട് മുൻപ് ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബലിവസ്തുവിനെ സ്വീകരിച്ച, ഹോമബലി സ്വീകരിച്ച ദൈവത്തെ അവൻ മറന്നു. അവൻ്റെ പ്രാർത്ഥന കേട്ട് ആകാശത്ത് വീണ്ടും മേഘത്തെ കൊണ്ടുവന്ന് ആ ജനത്തിനു വേണ്ടി പെരുമഴ വർഷിച്ച ദൈവത്തെ അവൻ മറന്നു. ദൈവം അവൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളെയും മറന്നിട്ട് അവൻ ജസബലിനെയും ജസബലിൻ്റെ വാക്കിനെയും മാത്രം ഓർത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കും സംഭവിക്കാവുന്ന വലിയൊരു വീഴ്ചയാണ്, വലിയൊരു അധപതനമാണ് ദൈവത്തെ മറക്കുക എന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് മനുഷ്യർ ചെയ്യാൻ സാധ്യതയുള്ള ചില തിന്മകളിലേക്ക് നമ്മുടെ ഫോക്കസ് അതിങ്ങനെ വളരുകയാണ്. നമ്മൾ സൂം ചെയ്യാണ്, മനുഷ്യനെ സൂം ചെയ്ത് വലുതാക്കുകയാണ്. അവന് അത്രയും വലിപ്പമൊന്നുമില്ല. നമുക്കെതിരെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന തിന്മയ്ക്ക് ഇത്രയേ വലിപ്പമുള്ളൂ. പക്ഷേ നമ്മുടെ കൊച്ചു ബുദ്ധി കൊണ്ട് അതിനിങ്ങനെ സൂം ചെയ്ത് ദൈവത്തെക്കാൾ വലിപ്പമുള്ളവരാക്കി മനുഷ്യരെ നമ്മൾ മാറ്റിവെക്കുകയാണ്. എന്നിട്ട് ഈ ഏലി എന്താ ചെയ്തത്? അവൻ ജീവരക്ഷാർത്ഥം പലായനം ചെയ്യാണ്. യൂദായിലെ ബേർഷബായിലെത്തി. 193 കിലോമീറ്ററാണ് അവൻ ഓടിയതെന്നാണ് പറയുന്നത്. 120 മൈൽ ദൂരമാണ് അവൻ ഓടിയത്. അടുത്ത രാജ്യത്ത് എത്തുന്ന വിധത്തിൽ അവൻ ഓടി. അവിടെ എത്തിയിട്ട് അപ്പോൾ അത്രമാത്രം അവൻ ഭയമാണ്. അവൻ്റെ ഉള്ളിൽ ഒരു സ്ഥലത്ത് പോലും നിൽക്കാൻ തോന്നാത്ത വിധത്തിൽ അവൻ ഓടുകയാണ്. ഈ യാത്രയിൽ അവൻ ഒരിടത്ത് വെച്ച് ദൈവത്തെ ഓർക്കുന്നില്ല. ഈ ഓട്ടം വളരെ സുദീർഘമായൊരു ഓട്ടത്തിനിടയിൽ അവൻ്റെ ചിന്ത മുഴുവൻ എന്നെ കൊല്ലാൻ ആരോ പിറകെ വരുന്നുണ്ട്. മനുഷ്യൻ്റെ കരത്തെയാണ് അവൻ ഭയപ്പെടുന്നത്, ദൈവത്തെ ഓർക്കുന്നില്ല. ഇനി ദൈവത്തെ ഓർക്കാതെ ഇങ്ങനെ പോയി അവൻ തളർന്ന് ഒരു വാടാമുൾ ചെടിയുടെ കീഴിൽ കിടന്ന് അവൻ ഉറങ്ങാണ്. അവൻ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾ ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. അവൻ പറയാണ്, കർത്താവേ മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ മെച്ചമല്ല. ഇവിടെ എലിയാ പ്രവാചകന്റെ ഒരു രണ്ടാമത്തെ പാപം നമ്മൾ കാണുന്നുണ്ട്. അത് എലിയാ പ്രവാചകൻ പറയുകയാണ്, എന്നെ ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഐ ആം നോട്ട് അപ്രീഷിയേറ്റഡ്. ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചമല്ല. നിന്റെ സന്നിധിയിലും ആളുകളുടെ മുമ്പിലൊന്നും ഞാൻ ഈ ചെയ്തതൊന്നും ആർക്കും പിടിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐ ആം നോട്ട് അപ്രീഷിയേറ്റഡ്. ആരും എന്നെ പ്രശംസിക്കുന്നില്ല എന്ന് ഏലിയാ പ്രവാചകൻ പറയുമ്പോൾ വീണ്ടും ഏലിയാ പ്രവാചകൻ ദൈവത്തെ മറക്കാണ്. ദൈവത്തിൻ്റെ അംഗീകാരം ഇത്രമാത്രം കിട്ടിയ ഒരു പ്രവാചകൻ, ദൈവം അഗ്നി അയച്ച് ആ ബലിവസ്തുവിനെ സ്വീകരിച്ചത് തന്നെ എലിയാ പ്രവാചകനുള്ള വലിയൊരു അംഗീകാരമാണ്. അവൻ്റെ പിതാക്കന്മാരെ പോലെ അല്ല ശരിക്കും. അതുപോലെ ജനം മുഴുവൻ അവൻ്റെ കൂടെ നിന്നു. ബാലിൻ്റെ പ്രവാചകന്മാരെ വധിക്കുന്നതിലും യഹോവ മാത്രമാണ് ദൈവം എന്ന് പറയുന്നതിലുമൊക്കെ ജനം അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഏലിയായുടെ കണ്ണിൽ ആകെ ഉള്ളത് ഈ ജസബല് മാത്രമാണ്. ജസബലിന് ഏലിയായുടെ കണ്ണിൽ ഇപ്പോൾ ദൈവത്തെക്കാൾ വലിപ്പം. അവൻ കഴിഞ്ഞ കഥകളൊക്കെ മറന്ന് ഓടുമ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഏലിയ ദൈവത്തിൽ നിന്ന് കണ്ണെടുത്തിട്ട് ഈ ലോകത്തിലെ ജസബലില് കണ്ണ് വെച്ചതാണ്
അവൻ്റെ ഊർജം മുഴുവൻ ചോർന്നു പോകാൻ കാരണമായി തീർന്നത്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ, ഏത് ജീവിതത്തിലാണെങ്കിലും, നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ദൈവത്തിൽ നിന്ന് കണ്ണെടുത്ത് ലോകത്തിൽ കണ്ണുവെച്ച പത്രോസ് വെള്ളത്തിൽ താന്നുപോയതുപോലെ നമ്മൾ താന്നുപോകും. നമ്മളത് വായിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ. ആ വചനഭാഗത്തിന്റെ പശ്ചാത്തലം, ശിഷ്യന്മാര് വള്ളത്തിൽ യാത്ര ചെയ്യുന്നു, കടലിലൂടെ യാത്ര ചെയ്യുന്നു. ഈശോ മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്നു. അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള രാത്രിയാണ്. അങ്ങനെ ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് കടലിൽ വലിയ കാറ്റുണ്ടാകുന്നു, കോളുണ്ടാകുന്നു. ഇവരാകെ ഭയപ്പെട്ടിരിക്കുന്നു. അവരുടെ അടുത്തേക്ക് കടലിനു മീതെ നടന്നുകൊണ്ട് ഈശോ വരികയാണ്. ഈശോ വരികയും ഭയപ്പെടേണ്ട എന്ന് പറയുകയും ചെയ്യുമ്പോൾ പത്രോസ് ഈശോയോട് പറയാണ്, കർത്താവേ, അങ്ങാണെങ്കിൽ, ഈ കടലിനു മീതെ നടക്കുന്നത് അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. അപ്പൊ ഈശോ പറഞ്ഞു, വരൂ. അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവെ, രക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, പത്രോസ് ഈ വഞ്ചിയിൽ നിന്നിറങ്ങിയപ്പോഴും കടലിൻ്റെ മീതെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും പത്രോസിന്റെ കണ്ണ് മുഴുവൻ കർത്താവിലായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു കാറ്റ് വീശിയപ്പോ അവൻ കർത്താവിൽ നിന്ന് കണ്ണെടുത്ത് ഇടത്തു നിന്നും വലത്തു നിന്നും പിറകിൽ നിന്നും ഒക്കെ വീശുന്ന ആ കാറ്റിലേക്ക് ശ്രദ്ധ കൊടുത്തപ്പോ അവനിതാ മുങ്ങിത്താഴുകയാണ്. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും മുങ്ങിത്താഴാനുള്ള കാരണം നമ്മൾ കർത്താവിൽ നിന്ന് കണ്ണെടുക്കുന്നു എന്നുള്ളതാണ്. കർത്താവിൽ നിന്ന് കണ്ണെടുത്തിട്ട് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതിലേക്ക്, ചുറ്റുപാടും സംഭവിക്കുന്ന കാര്യങ്ങളിലേക്ക്, മറ്റു മനുഷ്യരിലുണ്ടാകുന്ന വ്യത്യാസങ്ങളിലേക്കൊക്കെ നമ്മളിങ്ങനെ ഹൃദയം കൊടുത്ത് ആകുലപ്പെട്ട് നമ്മൾ ജീവിത സാഗരത്തിൽ മുങ്ങിപ്പോവുകയാണ്. അപ്പൊ ഈശോവനോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് സംശയിച്ചത്? സംശയിക്കുക എന്ന് പറഞ്ഞ, വിശ്വാസമില്ലാതിരിക്കുക എന്ന് പറഞ്ഞ, കർത്താവിൽ നിന്ന് നീ കണ്ണ് പറിച്ച് മാറ്റി ലോകത്തിലുള്ളതിൽ കണ്ണ് വയ്ക്കുന്നതിനെയാണ് വിശ്വാസമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഏലിയ ഇമോഷണലി വീക്കായി, വൈകാരികമായിട്ട് അവൻ തളർന്നു, അവൻ ശാരീരികമായിട്ട് തളർന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? നമ്മൾ വായിക്കുകയാണ്, ഏലിയ ശരിക്കും തളർന്നു. കാരണം അവൻ കുറേ ശുശ്രൂഷകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ആഹാബിനെ വെല്ലുവിളിക്കുന്നു, ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നു, മത്സരം നടത്തുന്നു, ബാലിൻ്റെ പ്രവാചകന്മാരെ വധിക്കുന്നു, മഴ പെയ്യാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മഴ പെയ്യുന്നു. അങ്ങനെ ഏലിയ എക്സോസ്റ്റഡ് ആവുകയാണ്. ഈ ശുശ്രൂഷകൾക്ക് ശേഷം, ഈ മഴ പെയ്തതിന് ശേഷം ഏലിയ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്നും ഏലിയ എന്താണ് ചെയ്യുന്നതെന്നും ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. 1 രാജാക്കന്മാർ 18:46 ഈ മഴ പെയ്തതിന് ശേഷം ഏലിയ എന്താണ് ചെയ്തതെന്ന് എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ കരം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ അരമുറുക്കി ആഹാബിന് മുൻപേ ജസ്രയേൽ കവാടം വരെ ഓടി എന്നാ പറയുന്നത്. നമുക്ക് വളരെ സാധാരണമായി ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഏലിയ പ്രവാചകൻ എന്തിനാണ് ആഹാബിന്റെ മുൻപേ ആ രഥത്തിൽ ഓടിയത്? ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അവൻ അങ്ങനെ ആഹാബിന്റെ മുമ്പിൽ ഓടേണ്ട ഒരു കാര്യമില്ല. അവൻ ചെയ്യേണ്ടിയിരുന്നത് മഴ പെയ്തതിന്, ബലിയർപ്പണം സ്വീകരിക്കപ്പെട്ടതിന് ജനത്തെ ഒരുമിച്ച് കൂട്ടി ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു. ഇവിടെ ആഹാബിന്റെ മുൻപിൽ അവൻ ഒരു ഷോ കാണിക്കുകയായിരുന്നോ എന്നൊരു സംശയം ചോദിച്ചാലും അതിൽ തെറ്റില്ല. കാരണം അവൻ അങ്ങനെ ഓടേണ്ട കാര്യമില്ല. ആഹാബ് രാജാവിനെ നമ്മൾ നേരത്തെ കണ്ടത് ഏലിയായെ അന്വേഷിച്ച് ഏലിയ ഉള്ളിടത്തേക്ക് വരുന്ന ഒരു രാജാവായിട്ടാണ്. അത്രമാത്രം ശക്തനാണ്.
ഇനി ഏലിയാ പ്രവാചകന്റെ ഒരു വീഴ്ച അവിടെ കാണുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നതിലുള്ളൊരു വീഴ്ച. രണ്ടാമത്തെ പരാതി ഐ ആം ഇൻഡിസ്പെൻസബിൾ എന്നതാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഏലിയാ പ്രവാചകന്റെ കണ്ണിൽ അവനെ അല്ലാതെ വേറെ ആരും നല്ല ഒരാളായിട്ട് ഏലിയ കാണുന്നില്ല. യഥാർത്ഥത്തിൽ ആ പ്രസ്താവന തന്നെ തെറ്റാണ്. കാരണം 1 രാജാക്കന്മാർ 18:39 നമ്മൾ വായിച്ചതാണ്. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഇന്നത്തെ അവസ്ഥയിൽ ജനം മുഴുവൻ ഏലിയായുടെ കൂടെ ഉണ്ട്. ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഏലിയാ പ്രവാചകന് ബാലിന്റെ പ്രവാചകന്മാരെ വധിക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ ഇനി ഞാൻ മാത്രം അവശേഷിച്ചിട്ടുള്ളൂ എന്ന് ഉള്ള ഏലിയായുടെ ആ പരിദേവനം തെറ്റാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരാജയപ്പെട്ട് നിൽക്കുന്നവന്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ നമ്മൾ ഈ സമയത്ത് കാണുന്നുണ്ട്. എങ്ങനെയാണ് ഏലിയാ പ്രവാചകനെ, ഇങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഏലിയാ പ്രവാചകനെ അനുതാപത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവരുന്നത്? പ്രസക്തമായ ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, വാടാമുൾ ചെടിയുടെ അടുത്ത് കിടന്നുറങ്ങിയ ഏലിയാ പ്രവാചകനെ വിളിച്ചുണർത്തിയിട്ട് ദൈവം അവന് ഭക്ഷണം നൽകുകയാണ്, കല്ലിൽ ചുട്ടെടുത്ത അപ്പം നൽകുകയാണ്. അപ്പൊ നമുക്ക് ഒരു ചോദ്യം ഉണ്ടാകും, ഏലിയാ പ്രവാചകൻ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഓടിയത് കൊണ്ടാണ് ദൈവം അവന് ഭക്ഷണം കൊടുത്തതെന്ന്. അത് ശരിയല്ല. ദൈവം തോറ്റോടുന്ന മനുഷ്യന്റെ കൂടെ ഓടുകയാണ്. ഇവൻ പരാജയപ്പെട്ട് ഓടുമ്പോൾ ദൈവം എവിടെയെന്ന് ചോദിച്ചാൽ പരാജയപ്പെട്ടോടുന്നവന്റെ കൂടെ ദൈവം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ തളർന്നിരുന്നപ്പോൾ ദൈവം അവന് ഭക്ഷണം കൊടുക്കുന്നത്. ചില അനുഗ്രഹങ്ങൾ നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ചില അനുഗ്രഹങ്ങൾ കിട്ടാൻ യോഗ്യതയില്ലാത്തപ്പോഴും നമുക്ക് ചില അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട്. പക്ഷേ ആ അനുഗ്രഹം കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഒരു കുറവുമില്ലാത്തവരാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ തെറ്റ് ഗൗരവമുള്ളതല്ല എന്ന് വിചാരിക്കരുത്. മത്രേശ പറയുന്നത് പോലെ ചില അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരുന്നത് തന്നെ നമ്മൾ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ആ പാപത്തിൻ്റെ മേഖലകളിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുന്നതിനാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പാപത്തിൻ്റെ ഒരു സാഹചര്യത്തിലായിരുന്നു എങ്കിലും പ്രാർത്ഥിച്ചപ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടായത് നമ്മൾ വിശുദ്ധരായതുകൊണ്ടല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരാൻ വേണ്ടി ദൈവം തന്നതാണ് അപ്രകാരമുള്ള അനുഭവങ്ങൾ എന്നാണ് അമ്മത്രേശ്യ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപം ചെയ്ത സമയത്ത് ഒരു തെറ്റായിട്ടുള്ള ജീവിത രീതിയിലായിരിക്കുമ്പോഴും ചില കൃപകൾ കിട്ടി, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ സാമ്പത്തിക മെച്ചപ്പാടുണ്ടായി എന്ന് കരുതി നിന്റെ ജീവിതത്തെ, ഇപ്പോഴുള്ള നിന്റെ ജീവിതത്തെ ദൈവം അംഗീകരിച്ചു എന്ന് അർത്ഥമില്ല. പ്രിയപ്പെട്ടവരെ, എലിയാ പ്രവാചകന്റെ ഈ പരാജയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ എപ്രകാരമാണ് എലിയാ പ്രവാചകൻ അനുതപിച്ച് മടങ്ങി വന്നത് എന്നതിനെക്കുറിച്ച് ധ്യാനിക്കുന്നതായിരിക്കും. അതുവരെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന നിരവധിയായ വീഴ്ചകളെ ഓർത്ത് ഞങ്ങൾ അനുഭവിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങളെ ഓർക്കാതെ ഈ ലോകത്തിലെ വ്യക്തികളുടെ ചില വാക്കുകളും പ്രവർത്തികളുമെല്ലാം ഹൃദയത്തിൽ ധ്യാനിച്ച് അവയെ ഓർത്ത് ഭയപ്പെട്ട് ഞങ്ങൾ അങ്ങയുടേതല്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്ത സമയങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുഭവിക്കുന്നു. അപ്രകാരമുള്ള ഞങ്ങളുടെ യാത്രകളെ, വഴികളെ
ഞങ്ങളെ ഓർമ്മിപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ യഥാർത്ഥത്തിൽ അനുതപിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് മടങ്ങി വരാൻ ഞങ്ങൾക്ക് ഉൾവെളിച്ചം നൽകണമേ. ഞങ്ങളുടെ തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലുള്ള അന്ധകാരമകറ്റി പ്രകാശം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.